മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ദീർഘകാലം LDF കൺവീനറായിരുന്നു, MP ആയിരുന്നു, ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന നേതാവായിരുന്നു MM ലോറൻസ്. ഇപ്പോൾ ഉമേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, MM ലോറൻസിന്റെ മരണം അല്പസമയം മുമ്പാണ് സംഭവിച്ചത്. മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ, മറ്റു വിവരങ്ങൾ. തിങ്കളാഴ്ച പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിലും ടൗൺ ഹാളിലുമാണ് പൊതുദർശനം. തുടർന്ന് 4 മണിക്ക് മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അത്യുജ്വലമായ ഒരു പോരാട്ട ജീവിതത്തിനാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. ജീവിതം തന്നെ പോരാട്ടമാക്കിയ നേതാവെന്ന് വേണമെങ്കിൽ MM ലോറൻസിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം അത്രമാത്രം അസാധ്യമായിരുന്നു ആ ജീവിതം. പലതരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് കയറി വന്ന നേതാവ്. ഒരു കാലത്ത് അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അന്ന് കേട്ടൊരു കാര്യമുണ്ടായിരുന്നു. MM ലോറൻസിന്റെ രക്തം വീഴാത്ത ഒരു ജയിലും എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ, ലോക്കപ്പും എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് അന്ന് മാധ്യമങ്ങൾ എഴുതി കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ രീതിയിൽ പോരാട്ട വീര്യം നിറഞ്ഞു നിന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ അവസാനമാകുന്നത്. മരണത്തിന് ശേഷവും അദ്ദേഹം ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിശ്ചയദാർഢ്യം പുലർത്തുകയാണ്. തൻ്റെ ശരീരം അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി, ഗവേഷണത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്ന മറ്റൊരു അസാധാരണമായ കാഴ്ചയും നമ്മൾ കാണുകയാണ്. തിങ്കളാഴ്ച രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ 8 മണി മുതൽ 9 മണി വരെ പൊതുദർശനം. അതിനുശേഷം എറണാകുളത്ത് ടൗൺ ഹാളിൽ 9 മണി മുതൽ പൊതുദർശനം. അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ആരോഗ്യപരമായി അത്ര നല്ല നിലയിലായിരുന്നില്ല, ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് മരണം സംഭവിക്കുകയായിരുന്നു. ഒരു ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ ഒരു നേതാവ് കൂടിയാണ് നമ്മളെ കടന്നു പോകുന്നത്. വലിയൊരു നഷ്ടം തന്നെയാണ് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, ജീവിതം പോരാട്ടമാക്കി മാറ്റിയ അസാധ്യമായ പ്രവർത്തന പാരമ്പര്യമുള്ള അത്യുജ്വലനായ ഒരു നേതാവ് കൂടി വിടവാങ്ങുകയാണ്. MM ലോറൻസിന്റെ മരണം അതുണ്ടാക്കാവുന്ന വിടവ് ചെറുതല്ല. മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പറഞ്ഞു പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ, മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്ന കാര്യങ്ങളടക്കം വിശദീകരിക്കുകയുണ്ടായി. മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയോ? മനു, മൃതശരീരം MM ലോറൻസിൻ്റെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. തുടർന്നുള്ള ചടങ്ങുകളെക്കുറിച്ച് ഇപ്പോൾ മന്ത്രി P രാജീവും ജില്ലാ സെക്രട്ടറി CN മോഹനും ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. അതായത് ഇനി തിങ്കളാഴ്ചയായിരിക്കും MM ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി പുറത്തേക്കെടുക്കുക. രാവിലെ 8 മണി മുതൽ, തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണിക്കൂർ നേരം CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം 9 മണിയോടെ ടൗൺ ഹാളിലേക്കും പൊതുദർശനത്തിനായി കൊണ്ടുപോകും. പിന്നീട് വൈകിട്ട് 4 മണിക്ക് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും എന്നുള്ളതാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കുട്ടികളുടെ പഠനാവശ്യം മെഡിക്കൽ കോളേജിന് കൈമാറും എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതാണിപ്പോൾ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ അറിയിച്ചത്. ഈ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ CPIMൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. മന്ത്രി P രാജീവ്, എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, മറ്റ് CPIMൻ്റെ മുതിർന്ന നേതാക്കൾ, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം നിരവധി പേർ ഇവിടേക്ക് ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ അല്പനേരം മാത്രമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറക്കി. അല്പനേരം മാത്രമാണ് ഇവിടെ നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇനി തിങ്കളാഴ്ചയായിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ത്യാഗനിർഭരമായ ജീവിതത്തിന് ഉടമയായിരുന്നു MM ലോറൻസ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. മന്ത്രി P രാജീവും അല്പം മുമ്പ് അനുസ്മരിച്ചത് അതുതന്നെയാണ്. ഈ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനമായ രേഖ കൂടിയാണ് MM ലോറൻസിന്റെ ആ സമരജീവിതം എന്ന് പറയുന്നത്. അതിപ്പോൾ അടിയന്തരാവസ്ഥക്കാലം ആയിക്കോട്ടെ, അതിന് മുൻപുണ്ടായിരുന്ന കാലം ആകട്ടെ, ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അതിൻ്റെ പേരിൽ എത്രയോ മർദ്ദനങ്ങൾ ആ നേതാവിന് ഏൽക്കേണ്ടി വന്നതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. പാർലമെന്ററി രംഗത്ത്, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത്, കൊച്ചിയിലെ തോട്ടിപ്പണിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ സമരജീവിതമാണ് ഇപ്പോൾ ഒരു വലിയ ജീവിതയാത്രയ്ക്ക് ശേഷം അല്പസമയം മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോകുന്നത്. ആ രീതിയിൽ കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ, പോരാട്ട ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട പേര് തന്നെയാണ് MM ലോറൻസിൻ്റേത്.
കണക്ട് ചെയ്യുകയാണോ? അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിലാണ് എം ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക്, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞതുപോലെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം പിന്നീട് എറണാകുളം ടൗൺ ഹാളിലേക്കാണ് പൊതുദർശനത്തിന് കൊണ്ടുപോവുക. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരത്തോടെ മൃതദേഹം പഠനാവശ്യത്തിനായിട്ട് എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്യുജ്വലമായ ഒരു സമര പാരമ്പര്യമുള്ള വലിയൊരു നേതാവ് വിട പറഞ്ഞു പോയിരിക്കുകയാണ്.